നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോട്ടെ പോട്ടെ പോട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഹലോ സച്ചേട്ടാ. ആ അർച്ചന, ഞാൻ വിളിച്ചതേ, നമ്മളന്ന് ധനുഷിന്റെ സ്കൂളിലും കോളേജിലൊക്കെ അന്വേഷിച്ച് പോയ സമയത്ത് അവിടെ ഒരു രജിസ്റ്റർ ബുക്കില് അവന്റെ പേര് ഷാഹിർ മുഹമ്മദ് എന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തില്ലായിരുന്നു? ആ ഫോട്ടോ തന്റെ ഫോണിലുണ്ടോ? എന്റെ ഫോണിലില്ലെന്ന് തോന്നുന്നു സച്ചേട്ടാ. ചിലപ്പോ സന്ദീപിന്റെ ഫോണിലുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ. ആ, അതുണ്ടായിരുന്നെങ്കിൽ അവൻ ധനുഷ് അല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുമായിരുന്നു. ധനുഷിന് കൊടുക്കാൻ വേണ്ടി അതും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്നല്ലേ നന്ദേണ്ണന്ന് വിശ്വസിച്ചിരുന്നത്? ആ, എങ്കിലും ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഫയലുകളിൽ നിന്ന് അവനത് മാറ്റാനൊന്നും കഴിയില്ലല്ലോ. താനൊരു കാര്യം ചെയ്, ആ ഫോട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്ക്. എന്റെ ഫോണിലത് കാണുന്നില്ല. ചിലപ്പോ സന്ദീപിന്റെ ഫോണിൽ ആ ഫോട്ടോ കാണാൻ ചാൻസ് ഉണ്ട്. സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. അവൻ വീണ്ടും ധനുഷാണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോ നമുക്കത് ഉപകരിക്കും. ഞാൻ എന്തായാലും സന്ദീപിനോടൊന്ന് ചോദിക്കട്ടെ സച്ചേട്ടാ. ആ ശരി. കരയല്ലേ മോളെ? ഓ ഓ ഓ ഓ ഓ ഓ മോളിങ്ങോട്ട് നോക്കിയേ. ഓ എന്തുവാ കരയല്ലേടാ? ഓ ഓ ഓ ഓ കരയല്ലേടാ? ഓ ഓ ഓ ഓ ഓ എന്ത് പറ്റി? മോളെന്തിനാ കരയുന്നേ? ഉറക്കത്തിന്ന് എഴുന്നേറ്റതുകൊണ്ടാ. ഇങ്ങത്താ, ഞാൻ എടുക്കാം. ഏ സാരമില്ല, അവള് തന്നെ കരച്ചിൽ നിർത്തിക്കോളും. ഓ ഓ ഓ ഓ ഓ ഓ കരയല്ലേ? എന്തിനാ മോളിട്ട് കരയിക്കുന്നേ? താ താ അതിരെ. ഓ 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 ഓ. കരയല്ലേ കരയല്ലേ വല്യമ്മയുടെ മോള് കരയല്ലേ? ഓ ഓ ഓ ഓ ഓ. വല്യമ്മയുടെ പൊന്ന് കരയില്ലേടാ? ഓ ഓ ഓ ഓ ഓ ഓ. ദേ നോക്ക് നോക്ക് നോക്ക്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഓ ഓ ഓ ഓ. ബാ ബാ ബാ. ഓ ഓ ഓ ഓ. പോട്ടെ പോട്ടെ പോട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. പതുക്കെ. പതുക്കെ ഇരിക്ക്. ഇപ്പൊ വേദനയുണ്ടോ അച്ഛാ? ചെറുതായിട്ടുണ്ട് മോളെ. പൂർണ്ണമായിട്ട് ശരിയാവാൻ ഇനി എത്ര കാലം എടുക്കുമോ എന്തോ. ഇത് ഉടനെ മാറും. എന്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ബൈക്കിൽ നിന്ന് വീണ് ഇതുപോലെ തന്നെയായിരുന്നു. വെറും 2 ആഴ്ച കൊണ്ടല്ലേ എണീറ്റ് നടന്നത്. എണീറ്റ് നടന്നതെന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു റെസിഡന്റ് അസോസിയേഷനിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സമ്മാനം കിട്ടിയത്രേ. മോളെ ആവണി, നീ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇമാതിരി തള്ളിയാ ഈ വീട് മുഴുവൻ മറിഞ്ഞു വീഴും.
നിന്റെ ഏത് കൂട്ടുകാരിയുടെ അച്ഛനാ അത്? ദേവുന്റെയോ അതോ വൈകിയുടെയോ? ആ, 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 അത് അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത ഒരു കൂട്ടുകാരിയുടെയാ. വിശ്വസിച്ചു. ഇനി അനൂപേട്ടനും കൂടി വിശ്വസിച്ചു കൊടുക്ക്. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിശ്വസിച്ചു. അച്ഛനും അമ്മയും കൂടെ എവിടെ പോയായിരുന്നു? കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിനൊക്കെയുള്ള ഒരുക്കങ്ങൾ ഇനിയെങ്കിലും തുടങ്ങണ്ടേ? നിനക്കാവതുണ്ടായിരുന്നെങ്കിൽ നീ മതിയായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ തന്നെ എല്ലാത്തിനും പോണം. ബന്ധുക്കളെ വിളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനും ഇപ്പോഴേ തുടങ്ങിയാലേ സമയത്ത് നടക്കൂ. ആ, ഒരു പ്രശ്നമേ ഉള്ളൂ. എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റൂ. കാശ് കുറച്ച് ചെലവാവും. ആതിരയും മോള് അവിടെയല്ലേ? അപ്പൊ പിന്നെ ചടങ്ങുകൾ അവിടെ നടത്താനല്ലേ ഏർപ്പാട് ചെയ്യേണ്ടത്? ആദ്യത്തെ കുഞ്ഞല്ലേ, അപ്പൊ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് നമ്മുടെ കടമയാ. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. അവളും കുഞ്ഞും അവിടെയാ നിൽക്കുന്നത്. അപ്പോ നമ്മുടെ ചെലവിൽ ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് നടത്തുന്നതല്ലേ നല്ലത്? അത് ചടങ്ങിന് 3-4 ദിവസം മുമ്പ് ആതിരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്നാ അച്ഛൻ പറയുന്നത്. അതെ, അവളെയും കുഞ്ഞിനെയും കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ചടങ്ങ് നടത്തിയിട്ട് തിരിച്ചു പറഞ്ഞുവിടാം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം വരുമെന്നും അത് കൂടിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അതിന്റെ എളുപ്പത്തിനാണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. നമ്മൾ ചെന്ന് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇവിടെ നിൽക്കുന്ന സമയത്ത് എങ്ങാനും കുഞ്ഞിന് വല്ല ശ്വാസം മുട്ടലോ വന്ന് വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വലിയ പാടായിരിക്കില്ലേ? അവസാനം നമ്മൾ തെറ്റുകാരാവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ചടങ്ങൊക്കെ അവിടെ തന്നെ നടത്തുന്നത്. ഒരു ചടങ്ങ് നടത്തുമ്പോ അതിൻ്റെതായ രീതി നടത്തണ്ടേടാ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? ആൾക്കാരല്ലല്ലോ, നമ്മുടെ സൗകര്യമല്ലേ. നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയല്ലേ വിചാരിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ ആരും അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിന്റെ കണ്ടീഷൻ വെച്ചും നടത്താനുള്ള സൗകര്യം വെച്ചും എന്തുകൊണ്ടും അവിടെ വെച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. ചെലവ് നമുക്ക് വഹിക്കാം. അച്ഛ സേതു അങ്കിളിനൊന്ന് വിളിക്ക്. അവരെന്താ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് അറിയില്ലല്ലോ. ആതിരെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചടങ്ങ് നടത്താനാ നമ്മുടെ ആഗ്രഹമെന്ന് പറയേ. അപ്പൊ എന്താ പറയുന്നെന്ന് നോക്കാലോ. അച്ഛൻ വിളിക്ക്. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ആവുമല്ലോ. വിളിക്കും മാഷേ. ഹലോ മാഷേ. സേതു, ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങും മറ്റ് ചടങ്ങുകളും ഒക്കെ നടത്തേണ്ടത് ഇവിടെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.